ഹലോ ഗൈസ്, ഇന്നൊരു ഈവനിങ് സ്നാക്ക് കൊണ്ടാണ് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാം. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുന്ന ടൈമിലൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ട ഗോതമ്പ് പൊടി ആവശ്യത്തിന് എടുക്കുക. അല്പം ഉപ്പും വേണമെങ്കിൽ ലേശം പഞ്ചസാര ഇടാം കേട്ടോ. ഞാനിവിടെ നമ്മുടെ റേഷൻ കടയിലെ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കമർപ്പുണ്ടാവാതിരിക്കാൻ എന്നിട്ട് സ്വല്പം പഞ്ചസാര ഇട്ടു. എന്നിട്ട് യോജിപ്പിച്ചു. നമ്മുടെ വെള്ളം ഒഴിച്ച് നമ്മളത് കുഴയ്ക്കുക. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും ഒരല്പം കൂടി ലൂസായിട്ട് വേണം. ഈ ഒരു സ്ട്രക്ചറിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാടങ്ങ് ലൂസ് ആവാനും പാടില്ല, അധികം ടൈറ്റ് ആവാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം. ഇങ്ങനെ തൊടുമ്പോൾ ഇതുപോലെ ഞെങ്ങുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. എന്നിട്ട് ഈ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് മുഴുവനും നമ്മൾ ഇതുപോലെ ഈ ഒരു വലിപ്പം വരുന്ന ബോൾസാക്കി ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ എടുത്ത് വെച്ചിരുന്ന മാവ് മുഴുവനും ഞാൻ ബോൾസാക്കി ആ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുവാണേ. അപ്പോൾ ഈ ഒരു വലിപ്പം മതി കേട്ടോ. ഒരുപാട് വലിപ്പമായാലും വേവാനൊക്കെ കുറച്ച് താമസം വരും. അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിൽ മാക്സിമം ബോൾസും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ബോൾസ് മുഴുവനും ഇതേപോലെ ഇരുന്ന മാവിൻ്റെ മുഴുവനും ബോൾസ് നമ്മളിവിടെ ഉണ്ടാക്കി ആ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ബോൾസാണ് എനിക്ക് കിട്ടിയത്. അവരവരുടെ ആവശ്യം എത്ര ഉണ്ടോ അത്രയും അതനുസരിച്ച് മാവെടുത്ത് ഇതുപോലെ ബോൾസ് ആക്കുക. ഇനി അപ്പച്ചെമ്പ് അടുപ്പിലേക്ക് വെച്ചിട്ട് ഈ നമ്മൾ ബോൾസ് ആക്കിയത് എടുത്ത് അതിലേക്ക് വെച്ച് വേവിക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഈ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പം വേവിക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് അടുപ്പിലേക്ക് വെച്ചു. മുഴുവനും ബോൾസും നമ്മുടെ അപ്പച്ചെമ്പിലേക്ക് ഇട്ട് വെച്ച് എന്നിട്ട് അപ്പച്ചെമ്പ് അടച്ച് വെക്കുക. അതവിടെ ഇരുന്ന് വേവട്ടെ. അങ്ങനെ അപ്പച്ചെമ്പ് അടച്ച് വെച്ചു. എന്നിട്ട് നമ്മളൊരു 10-15 മിനിറ്റോളം അടുപ്പിൽ വെക്കണം കേട്ടോ. അടുപ്പിൽ വെച്ച് കഴിയുമ്പം അത് നല്ല രീതിയിൽ അത് വേവുമല്ലോ. നമ്മൾ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അങ്ങനെ നമ്മളത് വേവാൻ വേണ്ടി വെച്ചു. അത് വെച്ചതിന് ശേഷം നമ്മൾ അതവിടെ ഇരുന്ന് വേവട്ടെ. നമ്മളൊരു 4 സവാള എടുക്കുക. ഒരു 3-4 പച്ചമുളകും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഈ 4 സവാള എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിതൊന്ന് അരിയണം കേട്ടോ. അതായത് നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ വെക്കാനായിട്ട് നീളത്തിൽ ചോപ്പ് ചെയ്യാറില്ലേ, അങ്ങനെ ചോപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയുക. എനിക്ക് കട്ടിംഗ് ബോർഡിനെക്കാട്ടിലും കുറച്ചുകൂടെ എളുപ്പത്തിൽ അരിയാൻ പറ്റുന്നത് നമ്മുടെ കയ്യൊറയൊക്കെ ഇട്ട് സാധാരണ രീതിയിൽ ആ ഒരു രീതിയിൽ അരിയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ അരിയാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഇതിങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അരിഞ്ഞെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ അല്ലാത്ത രീതിയിലാണ് അരിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരിയുക. അപ്പോൾ ഈ 4 സവോള ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുക കേട്ടോ. കൈ കൊണ്ട് അരിയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ എനിക്ക് പറ്റും. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് അപ്പോൾ ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ അരിയുമ്പോഴേക്കും ഇതിൻ്റെ വലിപ്പം കൂടി പോകുന്നത് പോലെ തോന്നും. കൈ കൊണ്ടാവുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ല നൈസായിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ബാക്കി കൈ കൊണ്ടല്ലാതെയാണ് അരിഞ്ഞത് കേട്ടോ. എന്നിട്ട് 2-3 പച്ചമുളക് എടുത്തു. ആ 2-3 പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചു. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 2-3 പച്ചമുളക് മതി, അധികം എരിവായാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്രയും മതി. ഇപ്പോൾ നമ്മുടെ ഉണ്ട അവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറ് വരും കേട്ടോ. നല്ല ആട്ടാണ് ഈ ഒരു നിറത്തിൽ വരും. ഈ ഒരു സ്ട്രക്ചറാണ് വരേണ്ടത് കണ്ടോ. ഇങ്ങനെ വരും ഉൾവശം. എന്നിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുത്തു. എന്നിട്ട് നമ്മുടെ കട്ടിംഗ് ബോർഡിൽ വെച്ച് വീണ്ടും സവോള അരിഞ്ഞ പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉണ്ട ഇങ്ങനെ സ്ലൈസസ് ആക്കുക. ഈ ഒരു കനം ഏറ്റവും കുറച്ചരിയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കടിച്ച് കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ വേവിച്ചെടുത്ത ആ ബോൾസ് മുഴുവനും ഞാൻ ഇതേപോലെ സ്ലൈസ് ചെയ്ത് എടുത്തു. എന്നിട്ട് അടുപ്പിലേക്ക് നമ്മുടെ ചീനച്ചട്ടിയോ പാനോ എന്തെങ്കിലും, എനിക്ക് കൂടുതലും ഇങ്ങനത്തെ പാത്രമാണ് ഇഷ്ടം കേട്ടോ. അതാണ് ഞാനെല്ലാം ഈ ഒരു ടൈപ്പ് പാത്രത്തിൽ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്താ വെച്ചാൽ ഒഴിക്കുക. 2-3 കടുക് ഇടുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും ആ പച്ചമുളകും ഇടുക. ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. അല്പം ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗം വഴലും. എങ്കിലും ഒരുപാട് ഉപ്പിടരുത്. കാരണം ഉണ്ടയിൽ നമ്മൾ ഉപ്പിട്ടാണല്ലോ അത് വേവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കൂടി പോകാൻ പാടില്ല. അതുകൊണ്ട് ഇതിലേക്ക് അല്പം ഉപ്പിടുക. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റുക കേട്ടോ. നല്ല രീതിയിൽ വഴറ്റുക. സവോള നല്ല വെന്ത് വരണേ. നല്ല വെന്തില്ലെങ്കിൽ നമുക്ക് കടിക്കുമ്പം ഒരു ഡിസ്റ്റർബൻസ് വരും. അത്ര ടേസ്റ്റും അത് വരില്ല. അപ്പം നന്നായിട്ട് വഴറ്റുക.
കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യുക. നന്നായിട്ട് വഴട്ടുക. അത് നന്നായിട്ട് വഴണ്ടതായി ഒരു പരുവായി കഴിയുമ്പം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ഉണ്ടയുണ്ടല്ലോ, ഉണ്ടയുടെ ഓരോ പീസ് സ്ലൈസ് ചെയ്തിട്ടുണ്ടല്ലോ, അതെടുത്ത് നമ്മൾ ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വീണ്ടും മിക്സ് ചെയ്യുക. അത് മൊത്തത്തിൽ എല്ലാം കൂടി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. ഇത്ര ഇടുമ്പം ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും മാക്സിമം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ഈ സ്ലൈസ് ചെയ്ത നമ്മുടെ ഉണ്ടയും കൂടെ നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. ഓക്കെ, അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് സെർവ് ചെയ്യുന്നതാണ്. ഒരു ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. മധുരവും അല്ല എരിവും അല്ല, ആ ഒരു ഇടയിൽ നിൽക്കുന്ന ടൈപ്പിലൊരു സ്നാക്ക്. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.